യുദ്ധം അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ആ ഒരു മാധ്യമങ്ങളും പുറത്തു പറയാത്ത കാര്യങ്ങളുണ്ട്. എന്താ അറിയോ, പലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചിട്ടില്ല. കേട്ടിട്ടില്ല നിങ്ങൾ? എന്താ അറിയോ, അങ്ങാടി തോറ്റ അമ്മയോടെ നെഞ്ഞത്ത് കേട്ടിട്ടില്ലേ? ഇറാനോട് 8ന്റെ പണി കിട്ടിയ ഇസ്രായേലിന് ഇപ്പം തീർക്കുന്നത്, അതിൻ്റെ ദേഷ്യം തീർക്കുന്നത് എങ്ങനെ അറിയാം? നമുക്ക് പാവപ്പെട്ട പലസ്തീൻ മക്കളെ, ഗസയിലുള്ള ആൾക്കാരെ എന്താ അറിയോ, മിസൈലിട്ടിട്ടും തകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്താ അറിയോ, ഗസയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രതിരോധ ശേഷി ഇല്ലാതെ, എന്താ അറിയോ, പ്രതിരോധശേഷി ഇല്ലാതെ, ഒന്നും ചെയ്യാൻ പറ്റാതെ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കൂടും കഴിക്കാൻ പറ്റാതെ, ഒരു വെള്ളം കൂടും കിട്ടാതെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ നെരുകിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക. ആ സ്ഥലത്തേക്കാണ് ഇസ്രായേൽ നിരഭോജികൾ ശരിക്കും അങ്ങനെ തന്നെ പറയാം. അതിനൊന്ന് മടിപിരിയാക്കില്ല. കാരണം അത്രയും ഓർക്ക് എങ്ങനെ സാധിക്കുന്നത് മനസ്സിലാകത്ത്. അവളുടെ ഇറാൻ്റെ അടി കൊണ്ടിട്ട് അവളുടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് ഇസ്രായേലിലെ ജനങ്ങൾ കാണുന്നില്ലേ? അതേ അവസ്ഥ തന്നെയല്ലേ ഈ പലസ്തീനിലെ ഗസയിലൊക്കെ നടക്കുന്ന സംഗതി. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ. എന്താണ് ഈ അവസ്ഥ? ഇസ്രായേൽ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ മിസൈലിട്ട് തകർത്ത് കളയുന്ന രംഗം കണ്ടുവന്നത്. കാരണം അറിയോ, ഇറാനോട് ദേഷ്യം ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇസ്രായേൽ തീർക്കുന്ന ഗസയിലാണ്. നേരത്തെ പറഞ്ഞോണം, എന്താ പറയുക, അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ഞത്തെന്ന് പറഞ്ഞ മാതിരി ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ശരിക്കും പറയാം, ഇസ്രായേൽ എന്ന രാജ്യം എന്തിനു വേണ്ടി പുറപ്പെട്ടതാണ്? ഇസ്രായേൽ എന്തായി തീരും? ആ കാര്യം ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. കാരണം അറിയോ, ഊതികളെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഊതികൾ അവിടേക്ക് മിസൈൽ ആക്രമണവും അതുപോലെ ഡ്രോൺ ആക്രമണവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഊതികൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ അറിയോ, നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളോട് നല്ലോണം പറഞ്ഞെങ്കിൽ ഇസ്രായേലോട് നല്ലോണം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി നിങ്ങളോട് ആയുധം കൊണ്ട് പറയേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം എന്താ അറിയോ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇസ്രായേലിലേക്ക് മിസൈലുകൾ പോവും. ഊതികൾ അയക്കുന്ന മിസൈൽ നേരെ പോയിട്ട് എവിടെ ബുക്കും? ഇസ്രായേലിൽ ബുക്കും. കാരണം ആയുധം കൊടുക്കുന്നത് ഇറാനായിരിക്കും. കാരണം എന്താ പറയുക, ഇറാൻ്റെ വിലങ്കയ്യാണ്. ലോകത്തിന് അറിയുന്ന കാര്യങ്ങളല്ലേ, ഇറാൻ്റെ വിലങ്കയ്യാണ് ആര്? ഊതികൾ, ഹിസ്ബുള്ള, ഓരൊക്കെ ഇറാൻ്റെ വിലങ്കയ്യാണ്. അങ്ങനെ ആയുധം ഇറാൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇസ്രായേൽ ഗസയിൽ പലസ്തീൻ സ്വതന്ത്രമാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സമാധാനം കിട്ടാതെ ഊതികൾ വെറുതെ ഇരിക്കില്ല. കാരണം ചെങ്കടൽ നമ്മൾ കണ്ടതല്ലേ, അമേരിക്കക്കും ഇസ്രായേലും കിട്ടിയ അടി കണ്ടതല്ലേ, നമ്മൾ എത്ര കണ്ടതാണ്. അതേപോലെ തിരിച്ചടി ശക്തമായി കിട്ടുന്നുള്ള മുന്നറിയിപ്പാണ് ഊതികളെ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. കാരണം അറിയോ, അവിടെ ഇറാനോ കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, നല്ല പണി കിട്ടും. അത് മനസ്സിലായി ഇസ്രായേൽ ഇട്ടച്ച് പോവുക. ഇപ്പം എന്താ പറയുക, പലസ്തീൻ മക്കളെ ഗസയെ മൊത്തമായിട്ട് നശിപ്പിച്ച് ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളും കുറച്ച് ജീവനും ഉണ്ട് അവിടെ. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ അറിയോ, ഇപ്പം ഇസ്രായേലിൽ നിന്ന് മിസൈലുകൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. സത്യം തുറന്നു പറയണം. ആരായാലും മനുഷ്യന്മാരല്ലേ അല്ലേ? ഞാൻ നിങ്ങൾ നേരത്തെ ഒരു കാര്യം, ഞാനിപ്പോൾ നിങ്ങളൊന്ന് തല്ലുക, ഞാൻ പോയി തല്ലി വെച്ച് നിങ്ങൾ തിരിച്ചുവച്ചില്ല, ഒന്നും തിരിച്ചുവച്ചില്ല, പിന്നെ ഓൻ തല്ലുന്നത് മോശമാണ്. അത് ചെറ്റത്തരാണെന്ന് പറയുന്നത്. നമ്മൾ തീട്ടം നിന്ന ആൾക്കാർക്കെ മനസ്സിലാവാക്കാം. തല്ലുകയും ചെയ്യൂ, മനസ്സിലായില്ലേ? തിരിച്ചടിക്കാൻ കഴിയുന്നവർ പോയി അടിക്കുക. അപ്പോൾ ഞാനോ എന്താ ഇറാനോട് പോയി കളിച്ചു നോക്കി, കളിക്കൂല. കാരണം പൊള്ളും നിങ്ങൾക്ക്. പാവപ്പെട്ട പലസ്തീൻ മക്കളെ എന്താ അറിയോ, മിസൈലിട്ട് തകർക്കാനും കൊല്ലാനും മാത്രമേ ഇസ്രായേലിന് ആവൂ. അത്ര വലിയ ചങ്കൂറ്റേ ഉള്ളൂ. മനസ്സിലായില്ല? ആ രൂപത്തിലേക്ക് ഇസ്രായേൽ തരം താന്നുകൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നു കൊടുക്കുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.